നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയത്തില്ല. കഴിഞ്ഞ 5 വർഷം ഏകദേശം 20-ൽ പരം എയർപോർട്ടുകൾ, ഈ 20-ൽ പരം എയർപോർട്ടുകൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷത്തിനുണ്ടായ എയർപോർട്ടുകളാണ് 20-ൽ പരം എയർപോർട്ടുകൾ. അതിലേറ്റവും കൂടുതലുള്ള UP-ൽ 7ഓളം എയർപോർട്ട്, പഞ്ചാബിൽ, അതേപോലെ തന്നെ രാജസ്ഥാനിൽ, ഗുജറാത്തിൽ വലിയ കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് എയർപോർട്ടുകൾ തുടങ്ങിയത്. പഴയ സ്ട്രിപ്പുകളായിരുന്നു, അത് ഡെവലപ്പ് ചെയ്ത് പണം കൊടുത്ത് വേറെ സ്ഥലം വാങ്ങി ഡൊമസ്റ്റിക് എയർപോർട്ടിനനുസരിച്ച് നല്ല എയർപോർട്ടുകൾ ഉണ്ടാക്കി. ശരിക്കും പണം ഏകദേശം 10-60,000 കോടി മുടക്കിയാണ് ഈ 7ഓളം എയർപോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എയർപോർട്ടിന്. അവിടെ സ്ഥലം എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ കർഷകരുമായിട്ട് വലിയ പ്രശ്നമായിരുന്നു. പല ഗാവുകളും ഗ്രാമങ്ങളും എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതുണ്ടാക്കിയത്. അതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, ചിത്രകൂട്. ബുദ്ധിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ ഇൻ്റർനാഷണൽ സംഭവമാകുമെന്ന് പറഞ്ഞ് അതും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പോയി ഉദ്ഘാടനം ചെയ്തത്. മനസ്സിലാകുക, 7ഓളം എയർപോർട്ട് UP-യിൽ, ബാക്കിയെല്ലാം കൂടെ ചേരുമ്പോൾ ഏകദേശം 20-ൽ പരം എയർപോർട്ടുകൾ. വളരെ ദുഃഖത്തോടു കൂടി പറയുകയാണ്, അടച്ചു. എന്താ അടച്ചത്? ട്രാഫിക് ഇല്ല. എന്തുകൊണ്ട് ട്രാഫിക് ഇല്ല? അതായത് ജനങ്ങളുടെ പണമില്ല, അതതിൻ്റെ കാര്യം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം ഇതൊക്കെ ഇൻഡസ്ട്രിയലായിട്ടും ഇപ്പം സഹറൻപൂർ അവിടെ വലിയ ഓൾഡിൻ്റെ ഒക്കെ വലിയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ അവർക്കൊന്നും ഈ പറയുന്ന എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തേണ്ട സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. ടൂറിസമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് അടച്ചുപൂട്ടുകയും മോദി ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഇന്ത്യ മുഴുവൻ ഏവിയേഷൻ കണക്ടിവിറ്റി. അതായത് എല്ലാ സിറ്റികളിലും, എല്ലാം ചെറുതും 3 ടയറും 2 ടയറും എല്ലാ സിറ്റികളിലും ഇതിൻ്റെ കണക്ടിവിറ്റി കൂട്ടുക. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഇൻഡിഗോയും എയർ ഇന്ത്യയും അക്കാസ, ഈ പറയുന്ന എയർലൈൻസ് എല്ലാം വലിയ രീതിയിലാണ് ഇൻ്റർനാഷണൽ ഈ ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും ബോയിങ്ങിൽ നിന്നും എയർബസിൽ നിന്നുമൊക്കെ അവരുടെ ഫ്ലൈറ്റുകൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴറിയാൻ സാധിച്ചു ഇതെല്ലാം അവർ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചു. കാരണം ഹ്യൂജ് എമൗണ്ട് കൊടുക്കണം. ഇത് മേടിച്ചുകൊണ്ട് വന്നത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ട്രാവൽ ചെയ്യാൻ ആളില്ല. ഇതാണ് അതിൻ്റെ കാരണം. അതായത് വല്ലാത്തൊരു പ്രതിസന്ധിയിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ ചില കാര്യങ്ങളൊക്കെ എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വെൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എല്ലായിടത്തും എയർപോർട്ട് വന്നു, ആൾക്കാർ യാത്ര ചെയ്യേണ്ടത്. ഒരു എയർപോർട്ടിൻ്റെ സ്ഥിതി എന്ന് പറയും, ഞാൻ അറിഞ്ഞൊരു കണക്കനുസരിച്ച് മിനിമം ഒരു എയർപോർട്ടിൽ, ഇത് കൊള്ളാവുന്ന എയർപോർട്ടിൽ ഒരു 15 മുതൽ 20 എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. എന്നാലേ എയർപോർട്ട് ലാഭത്തിൽ വരത്തുള്ളൂ. കാരണം ഇതെല്ലാം പ്രൈവറ്റ് എയർപോർട്ട്. കാരണം ഇത്ര എയർക്രാഫ്റ്റിൻ്റെ സ്റ്റാഫുകൾ വേണം, സെക്യൂരിറ്റി സ്റ്റാഫ് വേണം, ക്ലിയറൻസ് സ്റ്റാഫ് വേണം, മറ്റുള്ള സ്റ്റാഫ് വേണം, ഇത്രയും പേര് വേണം. അപ്പം അങ്ങനെ മിനിമം 10-15 എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എയർപോർട്ട് ലാഭത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, ഈ ജോലിക്കാർക്കെല്ലാം സാലറി കൊടുത്തിട്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിലെ എയർപോർട്ട് അഡാനി നടത്തുന്നതാണ് ട്രിവാൻഡ്രം. അവിടെ ഒരു ദിവസത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നാഷണലും ഇൻ്റർനാഷണലും ഏകദേശം 80 അടുപ്പിച്ചുള്ള എയർപോർട്ട് ഫ്ലൈയിങ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ എയർഫോഴ്സിൻ്റെ അത് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എല്ലാം ഉൾപ്പെടെ ഏകദേശം 80ഓളം ഫ്ലൈറ്റുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് അത് ലാഭമോ. മറ്റൊന്ന്, ഈ പറയുന്ന കൊച്ചി ഏകദേശം ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും എല്ലാം കൂടെ ചേർന്ന് രാത്രിയും പകലുമായിട്ട് ഏകദേശം 200ഓളം എയർക്രാഫ്റ്റ് അവിടെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. കോഴിക്കോടാണെങ്കിലും ഏകദേശം 40-45ഓളം എയർക്രാഫ്റ്റുകൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ണൂരും ഫ്ലൈ ചെയ്യുന്നുണ്ട് 20 മുതൽ 26 എയർക്രാഫ്റ്റുകൾ. അതുകൊണ്ടത് നഷ്ടത്തിൽ വരുത്തില്ല. പക്ഷെ ഇവിടുത്തെ കാര്യം വലിയ കഷ്ടമാണ്. 1-2 ഫ്ലൈറ്റുകൾ, 7-8 ഫ്ലൈറ്റുകൾ, പിന്നെങ്ങനെ ഈ പറയുന്ന കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ആളുമില്ല. ഈ കമ്പനികളൊക്കെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അടച്ചങ്ങ് കൂട്ടി. ഇനി അതിനേക്കാൾ ഏറ്റവും വലിയ തമാശ, അടുത്തതുണ്ടായ തമാശ പറയാം. ന്യൂ ബോംബെ എയർപോർട്ട് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള എയർപോർട്ടാണ്.
ന്യൂ മുംബൈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ട്രാഫിക് കൂടുതലായതിൻ്റെ പേരിൽ ന്യൂ മുംബൈയിൽ എയർപോർട്ട് ഉണ്ടാക്കി. കാരണം ബോംബെ എയർപോർട്ടിൻ്റെ ട്രാഫിക് വെരി ഹൈ ആണ്. അഡാനിയാണ് ഉണ്ടാക്കിയത്. തുടക്കത്തിൽ പറഞ്ഞു ഇത് ഏകദേശം 120 ഫ്ലൈറ്റ് ഡൊമസ്റ്റിക്കാണ് തുടങ്ങിയത്, അവിടെ വരികയും പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടാണ് വലിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിസംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് അവിടെ ഫ്ലൈ ചെയ്യുന്നത് 20 ഫ്ലൈറ്റിന് താഴെയാണ് പെർ ഡേ. 20 ഫ്ലൈറ്റിൻ്റെ താഴെ ഫ്ലൈ ചെയ്യുമ്പോഴും അതിൽ പകുതിയോളം ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. കാരണം ഈ എയർക്രാഫ്റ്റിനകത്ത് ഒരു 10-15 പേര് വേണ്ടായോ, അവരതിനെ വെച്ചു അടുത്ത എയർക്രാഫ്റ്റിലോട്ടും കയറ്റിവിടും. കാരണം ഇതിൻ്റെ ഫ്യൂല് കത്തിക്കണം. ഈ ഫ്യൂലിനാണെങ്കിൽ വളരെ വിലയാണ്. അപ്പം അതവർക്ക് വയബിൾ ഓപ്ഷൻ അല്ല. ഇത് പ്രൈവറ്റ് കമ്പനികളാണ്. ഏകദേശം 20 എയർക്രാഫ്റ്റ് ഉണ്ട് ഫ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് 10 എയർക്രാഫ്റ്റുകളെ ഫ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ പറയുന്ന ന്യൂ മുംബൈ എയർപോർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ ഒരു റൺവേ ഓപ്പൺ ചെയ്തിട്ട് ഹ്യൂജ് പ്രോപ്പർട്ടിയാണ് മേടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഫർദർ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ആരാ ഇത് യൂസ് ചെയ്യുന്നത്? കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന കമ്പനികൾ തന്നെ അവർക്ക് ഇത്രമാത്രം എയർക്രാഫ്റ്റ് വേണം, ഇത്ര ജോലിക്കാർ വേണം. പിന്നെ അവരും ഈ പറയുന്ന ന്യൂ മുംബൈ എയർപോർട്ട് ഈ രീതിയിൽ 20-25 എയർക്രാഫ്റ്റിൽ പോവുകയാണെങ്കിൽ നാച്ചുറലായിട്ട് അവരും അങ്ങ് അടച്ചു പൂട്ടി. കാരണം കണ്ണൂരെ പോലെയല്ല, അവിടെ ഹ്യൂജായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സമയത്ത് ഡൽഹിക്കടുത്ത് ഗ്രേറ്റർ നോയിഡയിൽ ജീവാർ എയർപോർട്ട് ഏകദേശം 6ഓളം ലൈനുകളാണ്, റൺവേ ആണ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും ആക്റ്റീവായിട്ട് 1-2 ഉള്ളൂ. ഡൽഹിക്കടുത്താണ്. അതായത് ഡൽഹിയിൽ നിന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 75 കിലോമീറ്റർ പോയിട്ടാണ് എയർപോർട്ടിൽ പോകേണ്ടത്. അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങി. ബുക്കിംഗ് ഇല്ല, ഫ്ലൈറ്റൊക്കെ ഉണ്ട്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ ആളുകൾ എങ്ങനെയാണ് ഈ എയർപോർട്ട് എങ്ങനെ റൺ ചെയ്യാൻ സാധിക്കും? അതായത് പലതും എടുത്തു ചാടി പല തീരുമാനമെടുത്തു. ഇന്ത്യയുടെ എക്കോണമി നല്ല ഗ്രോ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് പലതും കണക്ക് കാട്ടി, കള്ളക്കണക്കെല്ലാം കാട്ടി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടുന്നത്. ജനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കൊന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി അവരുടെ കയ്യിൽ പണമില്ല. കാരണം എക്കോണമി ലൈഫ് സ്റ്റൈലും എല്ലാം ഗ്രോ ചെയ്ത് ബിസിനസ് നല്ല ആക്റ്റീവായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഫ്ലൈ ചെയ്യുകയുള്ളൂ. കാരണം ഇന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ്, നല്ല പണം കൊടുക്കണം. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് ചാർജ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി വരുമ്പോൾ പിന്നെ അവൻ്റെ പോക്കറ്റ് കാലിയായി പോവും. ഇതാണ് അതിൻ്റെ കാരണം. അതായത് പ്രോപ്പറായിട്ട് വെൽ സ്റ്റഡി നടത്താതെ ചെയ്തു. അതായത് 2 ഐക്കോണിക് എയർപോർട്ടാണ് ഈ ന്യൂ മുംബൈ, അതേപോലെ ഗ്രേറ്റർ നോയിഡയിൽ ഉണ്ടായിരിക്കുന്ന എയർപോർട്ട്. ഇത് മറ്റേ ഗ്രേറ്റർ നോയിഡയിലുണ്ടായ എയർപോർട്ട് ഈ ആഗ്ര, ഈ ഗ്രേറ്റർ നോയിഡ ആ ഭാഗത്തെ മുഴുവനും നോക്കിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ പൂജ്യമായി മാറി. അയോധ്യ എയർപോർട്ട് ഉണ്ടാക്കി, വലിയ ഭയങ്കര കോലാഹലത്തോടു കൂടിയാണ് ഉണ്ടാക്കിയത്. അവസാനം അയോധ്യയിലാകെ 2-3 ഫ്ലൈറ്റേ ഉള്ളൂ. 2-3 ഫ്ലൈറ്റിന് വേണ്ടി ഇത്രയും വലിയ എയർപോർട്ട് പിന്നെ എങ്ങനെ റൺ ചെയ്യാൻ പറ്റുന്നത്? ഏകദേശം 24-25 എയർപോർട്ടുകൾ ഇന്ത്യയിൽ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാവുക. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് മുഴുവനും കപടതയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടണം. കാരണം നിങ്ങൾക്ക് ഈ എയർപോർട്ടിലെ സംഭവമാണ് ഏറ്റവും നമുക്ക് അടുത്തറിയാൻ പറ്റുന്ന കണക്കെന്ന് പറയുന്നത്. ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ? ഇനി റെയിൽവേ നോക്കാം. റെയിൽവേയിൽ ആളുകളുടെ എണ്ണം കൂടി വരുന്നു, ഫ്ലൈറ്റുകളിൽ ട്രാവൽ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു. ഇതേപോലെ തന്നെ ബോയിങ്ങിൻ്റെ അടുത്തുനിന്ന് എയർബസിൻ്റെ അടുത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു. ഇത്രയും വേണ്ട, ഇപ്പോൾ വേണ്ട എന്ന് ആവശ്യപ്പെടുക. കാരണം പണം കൊടുത്ത് ഇത് ഓടാൻ സ്ഥലമില്ല, എവിടെ കൊണ്ടിട്ട് ഓടും? അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റൂട്ടിൽ ഓടണം, അതിന് ഓടുവോ എന്നൊക്കെയാണ് ഇവിടുത്തെ പേടിയും ഭയവും എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു കാര്യം പറയാം, ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ മോദി ഗവൺമെൻറ് 8.2 എന്ന് പറയുന്നത് കപടതയാണെന്ന് ഇതോടുകൂടി അങ്ങ് പൊളിയുകയാണ്. അതായത് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എയർപോർട്ടുകൾ അടച്ചു പൂട്ടുമ്പോഴും എയർ ട്രാവൽ ചെയ്യാൻ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ഇല്ല എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് പറയാം, ഇന്ത്യയുടെ എക്കോണമി ഗ്രോ ചെയ്യുന്നില്ല. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, ഈ പറയുന്ന മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല.
തൊഴിലവസരം ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് കാരണം. ആ യഥാർത്ഥ സ്ഥിതിയാണ് ഓപ്പണായിട്ട് നമ്മുടെ മുമ്പിൽ വിസിബിൾ ആയത്. ഈ എയർപോർട്ടുകളിലൊന്നും ആളില്ല, യാത്ര ചെയ്യാൻ ആളില്ല, ഇതൊക്കെ അടച്ചു കിടക്കുന്നു. ഈ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ എല്ലായിടത്തു നിന്നും പാക്ക് ചെയ്യുന്നു. അവർ കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ വേണ്ട എന്ന് വെക്കുന്നു. അതായത് മനസ്സിലാക്കുക, ഇന്ത്യ ഒരു എക്കണോമിക് ക്രൈസിസിലോട്ട് പോകുന്നതിൻ്റെ സൂചനകളാണ് ഇത് തരുന്നത്. എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഈ സ്റ്റോറിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്.